ഈ ഗ്രാമത്തിൽ ഈ ഒടനാട്ടം പ്രദേശത്ത് നിരവധി അനവധി നേതാക്കന്മാരും വിശിഷ്ട വിദ്യാർത്ഥികളെയും ഒക്കെ ആദരിക്കുന്ന ചടങ്ങുകൾ ഒട്ടനവധി നടന്നിട്ടുണ്ടാകും. പക്ഷെ അതിൽ തന്നെ വ്യത്യസ്തമായി ഈ ഗ്രാമത്തിൽ ആദ്യമായാണ് ഈ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടി മാതാപിതാക്കൾക്കൊപ്പം വളർന്നു ഈ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരു ഭിക്ഷുവിനെ കൂടി ആദരിക്കുന്ന ഒരു ചടങ്ങ്. നമുക്കറിയാം, ബന്ദേ ബോധി ഘടന, അതുപോലെ തന്നെ ബന്ദേ ശോഭിത, ശീലാനന്ദ ബന്ദേജി, ഇവർ 3 പേരും നമ്മുടെ ഈ നാട്ടിൽ നിന്നും 7 വർഷങ്ങൾക്ക് മുൻപ് ഭിക്ഷു പഠനത്തിനായി യാത്ര തിരിച്ച് ഭഗവാൻ ബുദ്ധന്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി അവരുടെ ഭിക്ഷു പ്രവർത്തന മേഖലയിലേക്ക് കടക്കുന്നതിനായി പൂർണ്ണമായും വ്യാപിക്കുന്നതിന് വേണ്ടി ആ മാതാപിതാക്കളിൽ നിന്നും അനുവാദം ചോദിച്ച് തിരികെ പോകുന്നതിന് വേണ്ടിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അത്തരത്തിൽ എന്തുകൊണ്ടും അതിവിശിഷ്ടമായ ഒരു സാംസ്കാരിക സന്ധ്യയാണ് ഈ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. യാതൊരു തർക്കവുമില്ല. കാരണം ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, ഒരുപാട് സമ്മേളനങ്ങൾ, ആദരവ് സമ്മേളനങ്ങൾ, സ്വീകരണ സമ്മേളനങ്ങൾ നടത്തുന്നതിൽ പോലും ഒരു ബുദ്ധഭിക്ഷുക്കളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് ഈ ഗ്രാമത്തിൽ എന്റെ അറിവ് വെച്ച്, പരിമിതമായ അറിവ് വെച്ച് വന്നിട്ടാണ് ഈ ഗ്രാമത്തിൽ ആദ്യമായിട്ട്, ഒരുപക്ഷെ കേരളത്തിൽ പോലും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചടങ്ങ്. ഈ ചടങ്ങ് സാക്ഷ്യം വഹിക്കുവാൻ ഈ ഗ്രാമത്തിന് കഴിയുന്നത് ഈ ഗ്രാമത്തിന്റെ ഒരു മഹാഭാഗ്യമായി കരുതുകയാണ്. അതിന് പ്രധാനമായും പങ്കുവഹിച്ച ശ്രീമാൻ ആർച്ചൻ ബാബു എന്ന ആ മനുഷ്യനെ ഞാൻ ഈ അവസരത്തിൽ വളരെ അദ്ദേഹത്തിനെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹമാണ് ഇവിടുന്ന് അദ്ദേഹത്തിന്റെ മകനെ വിശ്വ ദാനം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിന്, ഒരു ചിന്താഗതിക്ക് തുടർന്ന് കൊടുത്തത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളാണ്. അദ്ദേഹം തീർച്ചയായും ഈ ഗ്രാമത്തിൽ ഈ നാടിന്റെ തന്നെ ഒരു അഭിമാനമായി മാറുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നിവിടെ നമ്മളെ പൂജിതായ വിശ്വകൾ സൂചിപ്പിക്കുകയുണ്ടായി. ഭഗവാൻ ബുദ്ധന്റെ ഉപദേശങ്ങൾ, അതിന്റെ പ്രസക്തി, കാലിക പ്രസക്തി നമുക്കറിയാം. നമ്മുടെ ഈ രാജ്യത്തും പുറം രാജ്യത്തും ഒരുപാട് ചിന്താഗതികളും തത്വചിന്തകളും മതസംഹിതകളും വിശ്വാസ പ്രമാണങ്ങളും ഒക്കെയുണ്ട്. നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്, ഭഗവാൻ ബുദ്ധൻ ഇതിൽ നിന്നെല്ലാം, മറ്റുള്ള തത്വചിന്തകളിൽ നിന്നും മതസ്ഥാപകരിൽ നിന്നും വ്യത്യസ്തമായി അദ്ദേഹം നമുക്ക് ഉപദേശങ്ങളായി തന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. മറ്റുള്ള മതപ്രവാചകരെല്ലാം, മതത്തിന്റെ വക്താക്കളെല്ലാം ദൈവത്തിന്റെ അനുയായികളാണെന്നും ദൈവപുത്രന്മാരാണെന്നും ഒക്കെ ഉള്ള പ്രഖ്യാപനമായി കടന്നു വന്നപ്പോൾ ഭഗവാൻ ബുദ്ധൻ മാത്രമാണ് പറഞ്ഞത്, ഞാൻ മോക്ഷം തരാൻ വന്ന ആളാണ്, ഞാൻ വഴികാട്ടിയാണ്, ഞാൻ സ്വതസിദ്ധമായി ആർജിച്ചെടുത്ത കഴിവിലൂടെ ഞാൻ ഈ നിലയിൽ ഈ ബുദ്ധത്വ പ്രാപ്തി നേടിയിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്നെ പോലെ ആകുവാൻ നിങ്ങൾക്ക് എല്ലാ മനുഷ്യർക്കും കഴിയും. അതിനു വേണ്ട ഉപദേശങ്ങളും വിശദീകരണങ്ങളും മാത്രം ആകെ സംഹിതയാണ് ബുദ്ധ ഉപദേശങ്ങളെന്ന് നാം തിരിച്ചറിയണം. നമുക്കറിയാം, ഈ ലോകം അനുദിനം സംഘർഷഭരിതമായ കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാം, വ്യക്തികൾക്കിടയിൽ പോലും സംഘർഷം, വ്യക്തികൾ മാറി സമൂഹങ്ങളായാൽ അവിടെയും സംഘർഷം, സമൂഹങ്ങൾ മാറി ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലേക്ക് പോകുമ്പോഴും അവിടെയും സംഘർഷം. ഇതിനെല്ലാം അത്യാധികമാണ്. കാരണം ഒരു മനുഷ്യനിൽ നിന്നാണ് മാറ്റത്തിന് തുടക്കപ്പെടുന്നത്, ഒരു വ്യക്തിയിൽ നിന്നാണ് മാറ്റത്തിന് തുടക്കപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തി നിർമ്മിതിയാണ് ബുദ്ധന്റെ ഉപദേശങ്ങളുടെ ആകത്തുകയെന്ന് നാം തിരിച്ചറിയേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യകതയാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ ബുദ്ധഭിക്ഷുക്കളെ ആദരിക്കുന്ന ഈ സമ്മേളനത്തിൽ
ബുദ്ധഭിക്ഷുക്കളുടെയും മാതാപിതാക്കളെ ആദരിക്കുന്ന ഈ സാംസ്കാരിക സമ്മേളനത്തിൽ എല്ലാവിധമായ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നമോ ബുദ്ധായ.